എല്ലാവർക്കും ലിറ്റിൽ ഗേളി ടോക്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാരറ്റ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്കിന്നിന് മാത്രമല്ല ഹെയറിനും വളരെ നല്ലതാണ്. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ നല്ലൊരു ഓയിലാണ് ക്യാരറ്റ് ഓയിൽ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഹെയറിനും സ്കിന്നിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണ്. നമുക്ക് സ്കിന്നിന് മാത്രമാണെങ്കിൽ വേറെ രീതിയിലും, അല്ലെങ്കിൽ ഹെയറിന് മാത്രം ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേറെ രീതിയിലും ഒക്കെ ഉണ്ടാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഓയിൽ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം, സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം എണ്ണ വേണോ അത്രയും ഓയിൽ നിങ്ങൾ ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 200 ml ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒലിവ് ഓയിൽ ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇടണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതിനെ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും മാത്രമേ ഓയിൽ ഉണ്ടാവുള്ളൂ. അപ്പം ഇത് ഹീറ്റ് ആവുമ്പം ഇതിലത്തെ ക്യാരറ്റിലത്തെ ന്യൂട്രിയൻസ് ഒക്കെ ഈ ഒരു ഒലിവ് ഓയിലിൽ ഇൻഫ്യൂസ് ആവും. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഹീറ്റ് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാരറ്റ് ഓയിൽ നമുക്ക് ഹെയറിനും സ്കിന്നിനും ഒരുപോലെ യൂസ് ചെയ്യാം. അപ്പം ക്യാരറ്റ് ഓയിൽ ഹെയറിനെ തിക്കാക്കാനും മുടി പെട്ടെന്ന് വളരാനും അതുപോലെ നല്ല ഉള്ളോടുകൂടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ തടയാനും ഇത് ഹെൽപ്പ് ചെയ്യും. മുടിയുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും മുടീനെ നല്ല ഷൈനിങ് ആക്കാനും സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് ഇത് ഹെയറിന് നല്ലൊരു കണ്ടീഷനിങ് കൊടുക്കും. നമ്മൾ തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലത്തെ ഒരു എഫക്റ്റാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഹെയർ ഫോളിന് തടയാനും ഇത് നല്ലതാണ്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻസ് ഒക്കെ നമ്മുടെ ഈ UV റേസിനും അതുപോലെ എൻവയൺമെൻറ്റ് പൊല്യൂഷനും ഒക്കെ നമ്മുടെ മുടീനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് ഈ സ്കാൽപ്പിനൊരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ ഇത് ഫോം ചെയ്തിട്ട് നമ്മുടെ മുടീനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിനെ ഹെൽത്തി ആക്കി വെക്കും. പിന്നെ ഇതിനൊരു ഹീലിംഗ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. പിന്നെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഫ്രേഗ്രൻസും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും എസൻഷ്യൽ ഓയിലും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫിനെ അതുപോലെ ഡ്രൈ സ്കാൽപ്പിനെ ഒക്കെ ഇത് ഒരു റിലീഫ് തരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ക്യാരറ്റ് ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് ഈ എണ്ണയുടെ കളർ ചേഞ്ച് ആവും. ഞാനിപ്പം ഒലിവ് ഓയിൽ എടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓയിലിൻ്റെ കളർ ചേഞ്ച് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ എടുക്കാം, അതല്ല ആൽമണ്ട് ഓയിൽ വേണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നേരത്തെ ഇട്ട ക്യാരറ്റിൽ നിന്ന് ഒരുപാട് ക്യാരറ്റ് ഒക്കെ ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ മുരിഞ്ഞിട്ട് ഇത്രയുമായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ആഴ്ചയിൽ 2 തവണ തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനൊരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നമ്മുടെ ഇപ്പോൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇത് ഇങ്ങനെ തന്നെയും യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഓയിലിൽ മിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് സ്കിന്നിനായാലും ഹെയറിനായാലും ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ലെയർ ഫോം ചെയ്യും. നമ്മുടെ സ്കിന്നിലും ഹെയറിലും ഉള്ള മോയ്സ്ചറിനെ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് സ്കിന്ന് ഡ്രൈ ആയി പോകുന്നത് തടയും, സ്കിന്നായാലും സ്കാൽപ്പായാലും. പിന്നെ ഇത് നമ്മുടെ സ്കിന്നിനെയൊക്കെ സോഫ്റ്റും ആക്കും. അതുപോലെ എസിമ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ലൊരു സൊല്യൂഷനാണ് ഈ ക്യാരറ്റ് ഓയിൽ. പിന്നെ സ്ഥിരമായിട്ട് ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓറഞ്ചിഷ് ടിൻറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് വരും. മിതമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്.
പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻസൊക്കെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും റാഷസോ അല്ലെങ്കിൽ റിങ്കിൾസൊക്കെയുള്ള സ്കിന്നിനൊക്കെ സൂത് ചെയ്യാനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമ്മൾ ഇത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമുക്ക് മോയ്സ്ചർ വെള്ളം തട്ടാത്ത രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. മോയ്സ്ചർ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായി പോവും, പെട്ടെന്ന് പൂപ്പൽ വരും. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണിത്. പക്ഷേ ചിലർക്ക് ഇത് അലർജി ഉണ്ടാക്കും. അപ്പം എന്തൊരു പുതിയ പ്രോഡക്റ്റ് ട്രൈ ചെയ്യുമ്പോഴും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.